ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ, വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും എന്ത് ചെയ്യുമെന്ന്. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചോദിച്ചു. കാരണം ദൈവം പോലും ഉപേക്ഷിച്ചെന്ന് തോന്നുന്ന അവസ്ഥകൾ, എല്ലാ അവസരങ്ങളും ഇങ്ങനെ വഴിയടഞ്ഞു പോയെന്ന് തോന്നുന്ന അവസ്ഥകൾ ഒക്കെ കടന്നു വന്ന് കാണുമായിരിക്കും. അവസാനത്തെ പിടിവള്ളിയാണ് ദൈവം. എന്നാൽ ആ ദൈവം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ജീവിതത്തിൽ നിങ്ങൾ കണ്ണീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. വിശ്വസിക്കുക. യോനാ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യപ്രകാരമാണ് യോനാ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മത്സ്യത്തിന്റെ ഉള്ളിലാണ് യോനാ പ്രവാചകൻ. ദൈവം യോനാ പ്രവാചകനെ വിളിക്കുന്നുണ്ട് നിനവേ ദിവസത്തിലേക്ക്, നിനവേക്കാരുടെ ഇടയിലേക്ക് പോകുവാനായിട്ട്. എന്നാൽ യോനാ പ്രവാചകൻ അത് കേൾക്കാതെ ഒരു കപ്പൽ യാത്ര ചെയ്യുകയും അവിടെ നിന്ന് അവസാനം കപ്പലിൽ നിന്ന് പുറത്തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ യോനാ പ്രവാചകൻ കടലിനുള്ളിൽ ഒരു മത്സ്യത്തിനുള്ളിലായിക്കൊണ്ടിരിക്കുക. പ്രതീക്ഷകളെല്ലാം ഇങ്ങനെ അസ്തമിക്കുന്നു. നീ ഒന്നും ചെയ്യുവാനായിട്ടില്ല. മത്സ്യത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ അതുപോലെ പറഞ്ഞുകൂടാതെ നിൽക്കുന്ന അവസ്ഥയിലെ യോനാ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്, എന്റെ കഷ്ടതയെ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു, അവിടെ എനിക്ക് ഉത്തരമരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ അവിടുത്തെ നിലവിളിച്ചു, അവിടെ എന്റെ നിലവിളി കേട്ടു. ജീവിതത്തിന് ഏതൊരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമെന്ന് യോനാ പ്രവാചകൻ ഇതാ മത്സ്യത്തിനുള്ളിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ മത്സ്യം യോനാ പ്രവാചകനെ പുറത്തേക്ക് ബന്ധുപോലെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇതാ ഈ അൽത്താരയിലുണ്ട്. ആ ദൈവകരവിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാദിയോട് സമർപ്പിക്കുക. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിന്റെ കടബാധ്യതകൾ, കുടുംബത്തിന്റെ സമാധാനമില്ലാത്ത അവസ്ഥകൾ, കലഹങ്ങൾ, പരസ്പരം സംസാരിക്കുന്നില്ല, പലപ്പോഴും വഴക്കുകളാണ്, ജീവിത പങ്കാളി മനസ്സിലാക്കുന്ന അവസ്ഥകൾ, പലപ്പോഴും തെറ്റിദ്ധാരണകൾ, സംശയരോഗാവസ്ഥകൾ, പലപ്പോഴും ഇങ്ങനെ വഴക്കുകളാണ്. രാത്രിയൊക്കെ എത്രയോ രാത്രികൾ കണ്ണീരോടുകൂടിയാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. മക്കളെ കുറിച്ചുള്ള ആളുകൾ വല്ലാതെ ഭയപ്പെടുന്നത്, തെറ്റായ ബന്ധങ്ങളിലേക്ക് മക്കൾ പോകുന്നത്, അതൊക്കെ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇതാ സമർപ്പിച്ചതാണെങ്കിൽ കടബാധ്യതകൾ, കുടുംബത്തിന്റെ സ്വസ്ഥത കിട്ടുന്നത്, എല്ലാ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവമേ, എന്റെ കുടുംബത്തെ പൂർണ്ണമായി ഇതായി അത്താരയിലേക്ക് സമർപ്പിക്കുകയാണ്. എന്റെ കുടുംബത്തിന്മേലുള്ള എല്ലാ ബന്ധനങ്ങളും, എല്ലാ പൈശാചിക ബന്ധനങ്ങളും വിട്ടുമാറുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നൽകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിച്ച്, നമ്മുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. 2 സാമുവേലിന്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം. ദാവീദ് രാജാവിന്റെ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ടായിരുന്നതാണ്. ദാവീദ് രാജാവ് വലിയ രാജകൊട്ടാരം, സേവകര്, തേരാളികള്